പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻഡ് ടൈം ഇവന്റ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ ദാസൻ ആ വിഷയം തുടർമാനമായി എടുക്കുന്നതാണ്. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസനെ ശക്തമായി ഇന്ന് രാത്രിയിൽ ഉപയോഗിക്കാൻ ദൈവം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാളെ ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ. സ്തോത്ര 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 അഖിലാണ്ടിനും വാഗ്ദത്തങ്ങളിൽ വിശ്വസിന് വാക്ക് പറഞ്ഞാൽ മാറത്തിനുമായി വാഴ്ത്തപ്പെട്ട നല്ല കർത്താവെ, ഉപചായ സന്ധ്യയുടെ വേളയെ കർത്താവെ അടിയങ്ങൾക്ക് ഒരുമിച്ച് ആമേനല്ലിയ കർത്താവെ ദൈവമേ ബൈബിൾ കോളേജിൽ ബൈബിൾ ക്ലാസ് പഠിക്കുവാൻ ഞങ്ങളെ ഒരുക്കിയെടുത്ത വൻകൃപയ്ക്കായി സ്തോത്രം കർത്താവെ. അപ്പൊ അടിയങ്ങൾ കർത്താവെ അവിടുന്ന് പഠിക്കുവാനിരിക്കുമ്പോൾ ആമേ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലുദിയായുടെ ഹൃദയത്തെ തുറന്ന പോലെ ആമേ ഞങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവെ ആമേനല്ലിയ അത് മനസ്സിലാക്കുവാനുള്ള ദൈവകൃപ അടിയങ്ങളുടെ മേ പകരുമാറാകണം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്ന കർത്താവെ ആദ്യ മുതൽ അവസാനം വരെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേനല്ലിയ കർത്താവെ ഇന്നത്തെ ക്ലാവെ ആമേനല്ലിയ പഠിപ്പിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവ് ദേവദാസനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആമേനല്ലിയ കർത്താവെ ആമേൻ പറയുന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുവാനുള്ള ദൈവകൃപ ആമേൻ നിന്റെ മകന്റെ മേലും അടികളുടെ മേലും പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ആദ്യ അവസാനം കൂടെ ഇരിക്കണം ലാലുപാസുകായി പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുപ്പച്ചന നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസിനെ ക്ഷണിക്കുന്നു. ദൈവം സഹനം. വായിപ്പിക്കേണ്ടവരെ പേര് അറിയാമല്ലോ സാറിന്? വായിപ്പിക്കാനുണ്ടോ ബൈബിൾ? അറിയാം. ഇന്ന് വായിക്കാനുള്ളവര് അമിത, അഞ്ജു സാറ്, എലിസബത്ത് വർഗീസ്, സെലിൻ കോശി, ബെൻസി. അപ്പോൾ നിങ്ങൾ റെഡിയായിട്ടിരിക്കുക. അതിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ അടുത്തയാളെ വായിച്ചോളുക. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാരവാഹിയായിരിക്കുന്ന പാസ്റ്റർ ലാലു ജേക്കബ്, പാസ്റ്റർ ഷാജി ദാനിയൽ, ആഗതരായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും പ്രിയപ്പെട്ടവരെയും ഇന്ന് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ നമ്മുടെ ക്ലാസ് അന്ത്യകാല പ്രവചനങ്ങൾ, അത് അന്ത്യകാല സംഭവങ്ങൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ദാനിയേൽ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. അന്ത്യകാല പ്രവചനങ്ങളും അന്ത്യകാല സംഭവങ്ങളും വേറെ പല വേദപുസ്തകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. എന്നാൽ നമ്മുടെ ഈ പഠനം ഈ ദാനിയേൽ പ്രവചനത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഇത് തീർന്നു കഴിയുമ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 24 കർത്താവായ യേശുക്രിസ്തു തന്നെ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ വിഷയങ്ങൾ സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മളത് പഠിക്കും. അതിനുശേഷമായിട്ട് കർത്താവായ യേശുക്രിസ്തുവും യോഹന്നാന് താൻ പത്മോസിലായിരുന്നപ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയ വിവരങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ കൂടിയുണ്ട്. അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം നമ്മുടെ സമയത്തിൻ്റെ ഇതനുസരിച്ച് ഇരിക്കും. ഇത് ഒത്തിരി വേഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു വിഷയമല്ലാത്തതുകൊണ്ട് സാവധാനമായിട്ട് പോവുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പഠിക്കാം. ഇന്ന് രാത്രിയിൽ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ 5ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമുക്ക് പതിവ് പോലെ തന്നെ ഞാനൊരു മുഖവര നമ്മൾ ഇത്രയും നാളും പഠിച്ചതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയവും നമ്മൾ പറയാൻ പോകുന്നത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വിഷയമാണ്. ഞാനത് കുറച്ചുകൂടെ നോക്കിയപ്പോൾ അല്പം കൂടെ ഞാനത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അത് വിവരിച്ച് പറയാനും അത് ക്ലിയറായിട്ട് പറയാനും ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പഴയ കാര്യം തന്നെ അല്പം കൂടെ ഞാൻ അത് വിവരിച്ച് പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. മുഖവരയായിട്ട് അതുപോലെ ഇത് നമ്മൾ പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഓർക്കണം. ഈ പ്രവചനങ്ങൾ പഠിക്കുമ്പോൾ നിവൃത്തിയായ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാകണം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കർത്താവ് പറഞ്ഞതുപോലെ ആ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ താൻ പറഞ്ഞ മറ്റുള്ള സംഭവങ്ങൾ നടക്കും.
അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ പ്രോമിസുകൾ, വാഗ്ദാനങ്ങൾ ഇത് നിറവേറുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും ഉള്ള നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ട വിഷയങ്ങൾ നിറവാകും. ഒന്ന്. രണ്ട്, വേഗം വരുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുക. ദിനംതോറും ശോധന ചെയ്തുകൊണ്ട് ദൈവസ്ഥാനത്തിൽ കർത്താവെ, എൻ്റെ കുറവുകളെയും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിച്ച് കർത്താവിനോട് അടുത്ത് കർത്താവ് വരുമ്പോൾ നാം പോകുമെന്നുള്ള ആ ദൃഢനിശ്ചയത്തോടെ നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വിഷയം, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സാഹചര്യങ്ങളിലും അനവധിയായ ആളുകളുണ്ട് കർത്താവിനെ അറിയാത്തവർ. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആർക്കും രക്ഷയില്ല. അതുകൊണ്ട് അവരെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അവരും പോകത്തക്കോണം ആയിരിക്കുവാൻ കർത്താവ് അവർക്കും കൃപ നൽകുവാൻ പ്രാർത്ഥിക്കണം. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ പഠനത്തിൻ്റെ ഉദ്ദേശമെന്ന് മുഖവരെയായി സംസാരിച്ചുകൊണ്ട് ദാനിയേൽ പ്രവചനത്തിൽ നമ്മൾ പറഞ്ഞു, നെബൂഖദ്നേസർ രാജാവിൻ്റെ പള്ളി മെത്തയിൽ താൻ കിടന്ന് വിശ്രമിക്കുമ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം എന്താകും, എൻ്റെ രാജ്യത്തിൻ്റെ ഭാവി എന്താണ്, ഞാനീ ഉണ്ടാക്കിയ ഈ വലിയ സംരംഭങ്ങളുടെയൊക്കെയും അവസാനം എന്താണ്, ഭാവി എന്താണെന്ന് താൻ ചിന്തിച്ചപ്പോൾ അന്ന് രാത്രി ദൈവം തനിക്കൊരു സ്വപ്നത്തിൽ കൂടി ആ കാര്യം വിവരിച്ചു കൊടുത്തു. എന്നാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാകുകയോ ഓർക്കുകയോ ചെയ്തില്ല. എന്നാൽ ദാനിയേൽ, ദൈവാത്മാവ് പറഞ്ഞ ദാനിയേൽ അത് വിവരിച്ചു കൊടുത്തു. അതിൻ്റെ സാരമാണ് നെബൂഖദ്നേസറിൻ്റെ വിലയേറിയ ബിംബത്തെ കുറിച്ചുള്ള അതിൽ കൂടി ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി കൊടുത്തത്. 4 ലോക സാമ്രാജ്യങ്ങൾ ലോകത്തിനുണ്ടാകും. അവസാനത്തെ സാമ്രാജ്യമാകുന്ന റോമ സാമ്രാജ്യം ഇതെല്ലാം നശിച്ചു പോകും. എന്നാൽ അത് ഒരു പുനരുത്ഥാനം പ്രാപിക്കുന്ന റോമ സാമ്രാജ്യത്തിൽ അന്ത്യകാലമാകുമ്പോൾ 10 രാജാക്കന്മാർ ഉണ്ടാകും. അവർ ഇതേവരെ വന്നിട്ടില്ല. ആ 10 രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഈ ലോകരാജ്യങ്ങളെ എല്ലാം നശിപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് നശിപ്പിച്ചിട്ട് സ്വർഗരാജ്യം, ദ റോക്ക് ചർച്ച് എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് വന്ന പാറയായിരിക്കുന്ന ക്രിസ്തുവാകുന്ന ക്രിസ്തുവിൻ്റെ സഭ ഈ ലോകത്തിൽ സ്ഥാപിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഈ ലോകം മുഴുവനും നിറയും. അതാണ് ഈ പ്രതിമയുടെ സ്വപ്നത്തിൽ കൂടി നെബൂഖദ്നേസറിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞ് ദൈവം ദാനിയേലിന് 4 ദർശനങ്ങൾ കൊടുത്തു. ദാനിയേലിന് കൊടുത്ത ദർശനങ്ങളിൽ 3 ദർശനങ്ങൾ, 2 ദർശനങ്ങളും ഈ നെബൂഖദ്നേസറിന് കൊടുത്ത സ്വപ്നത്തിൽ അല്പം കൂടി അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് വിവരിച്ച് പറയുന്ന കാര്യമാണ് അത്. 4 മൃഗങ്ങളുടെ ദർശനവും ദാനിയേൽ കണ്ടു. അതാണ് ആദ്യമായിട്ടുള്ളത്. ആ 4 മൃഗങ്ങളും 4 സാമ്രാജ്യത്തെ കുറിക്കുന്നു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യം, ആ 4 മൃഗങ്ങളുടെ ദർശനത്തിൽ അവസാനത്തെ മൃഗം, അതായത് റോമ സാമ്രാജ്യം വരുമ്പോൾ അതിന് 10 കൊമ്പുകൾ കണ്ടു എന്ന് പറഞ്ഞാൽ 10 രാജാക്കന്മാർ നെബൂഖദ്നേസറിന് വിരിച്ചു കൊടുത്തു പോലെ. എന്നാൽ ഒരല്പം കൂടെ വിഷയം അതിനകത്ത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതായത് ആ 10 കൊമ്പിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നിട്ട് 3 കൊമ്പുകളെ അതില്ലാതാക്കി കളഞ്ഞിട്ട് ആ കൊമ്പ് വളർന്ന് ഒരു വലിയ രാജാവായിട്ട് മാറി സ്വർഗത്തോട് പോലും താൻ വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയും ദൈവത്തെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു രാജാവായി അവസാനം ഒരു രാജാവ് വരും. ആ രാജാവ് അന്തിക്രിസ്തുവാണെന്ന് നമുക്കറിയാം. അതാണ് ദാനിയേലിൻ്റെ ആദ്യത്തെ 4 മൃഗങ്ങൾ കൂടി ദൈവാത്മാവ് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തത്. ദാനിയേലിൻ്റെ രണ്ടാമത്തെ ദർശനം ആട്ടുകൊറ്റനെയും കോലാടിനെയും കുറിച്ചുള്ള ദർശനമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10 രാജാക്കന്മാർ വരുന്നത് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ 4 ഭാഗങ്ങളായി പൊട്ടിത്തെറിച്ചു പോയ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് ആ 10 രാജാക്കന്മാർ വരുന്നതെന്ന് ഈ ആട്ടുകൊറ്റൻ്റെയും കോലാടിൻ്റെയും ദർശനത്തിൽ കൂടി ദാനിയേൽ കാണിച്ചു കൊടുത്തു. അപ്പം പുതുക്കപ്പെടുന്നതായിട്ട് വരുന്ന റോമ സാമ്രാജ്യം ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ യവന സാമ്രാജ്യമായിരുന്നതിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സാമ്രാജ്യം, ഒരു ഭാഗമായിരിക്കും ആ 10 രാജാക്കന്മാർ വരുന്നത്. അതിവിടെയും അന്തിക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. താൻ ഇതുപോലെ വലിയ ശക്തിയോടെ വരും, അവസാനം കൈ തൊടാതെ
താൻ നശിക്കപ്പെട്ടു പോകും. അതിൻ്റെ ശേഷം കർത്താവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭൂലോക രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും അതിൻ്റെ മേലധികാരിയായിരിക്കുന്ന പിശാചിന് എന്ത് സംഭവിക്കുമെന്നും നമ്മളവിടെ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഓരോന്നും നമ്മൾ ഓരോ ദർശനങ്ങൾ കാണുമ്പോൾ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ദൈവം വളർത്തിയെടുത്തുകൊണ്ട് പോവുകയാണ് ആശയം. അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് 70 ആഴ്ചകളുടെ ദർശനം. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ 70 ആഴ്ചകളുടെ ദർശനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച വിഷയങ്ങൾ ഒന്നുകൊണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഒന്നാമത് ഇതാണ് നമ്മളിപ്പോഴത്തെ വിവരിച്ച് പറഞ്ഞ വിഷയങ്ങളാണ്. ഓക്കെ, ദാനിയേൽ 3-ാമത്തെ ദർശനം 70 ആഴ്ചകളുടെ ദർശനം. അപ്പോൾ ഈ ദർശനം കാണുമ്പോൾ ഇസ്രായേലിൻ്റെ ബാബിലോണ്യ പ്രവാസത്തിൻ്റെ സമയമാണ്. ഇസ്രായേൽ ബാബിലോണിലും ഇപ്പോൾ ബാബിലോണാണ്, എന്നാൽ മേദ്യ പേർഷ്യ രാജാക്കന്മാർ ഭരിക്കുന്ന കാലമാണ്. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ഇവിടെ ദാനിയേലിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ആ വെളിപ്പാട് കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാനിയേല് യെരമ്യ പ്രവചനം വായിച്ച് അതിൽ നിന്ന് മനസ്സിലാക്കി ബാബിലോൺ പ്രവാസം 70 വർഷത്തേക്കുള്ളതാണ്. 70 വർഷത്തേക്ക്. അപ്പോൾ താൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ഇപ്പോഴുള്ള സമയം, അന്ന് ഈ സ്വപ്നത്തിൻ്റെ സമയമായ സമയം, അല്ലെങ്കിൽ ദാരിയസ് രാജാവിൻ്റെ ആദ്യത്തെ ആ വർഷത്താണ് താൻ ഈ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം കണ്ടപ്പോൾ ദാനിയേൽ നോക്കി എത്ര വർഷമായി ഈ ബാബിലോൺ ക്യാപ്റ്റിവിറ്റി, ബാബിലോൺ പ്രവാസം തുടങ്ങിയിട്ട് എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതാ ഏകദേശം 69 വർഷത്തോളം കഴിഞ്ഞു, 70-ാം വർഷം അടുക്കുന്നുവെന്ന് താൻ മനസ്സിലാക്കിയപ്പോൾ താൻ കണ്ണുനീരോടും നിലവിളിയോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ ഇരുന്ന, കർത്താവേ, ഇനി ഞങ്ങൾ എപ്പോൾ പോകും, ഈ പ്രവാസം എന്ന് അവസാനിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം തൻ്റെ ദൂതനായ ഗബ്രിയേലിനെ അയച്ച് അതിന് ഒരു ഡിറക്റ്റ് മറുപടി കൊടുത്തില്ല. എന്നാൽ നമുക്കിവിടെ എഴുതിയിട്ടില്ലെങ്കിൽ മനസ്സിലാകും, ആ 70-ാം വർഷം തന്നെ അവർ മടങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ ചിന്തയുടെ ഭാഗമായിട്ട് ദൈവം ദാനിയേലിന് ഒരു കാര്യം കാണിച്ചു കൊടുത്തു. ഈ ഇസ്രായേൽ മക്കളെ പ്രവാസത്തിൽ നിന്ന് 70 വർഷം കഴിഞ്ഞ് പോകും, എന്നാൽ അതിൻ്റെ വലിയ ഭാവി എന്താണ്, പിന്നീടുള്ള ഇസ്രായേലിൻ്റെ ഭാവി എന്താണെന്ന് താൻ വേറൊരു സ്വപ്നത്തിൽ കൂടി 70 ആഴ്ചകളുടെ സ്വപ്നം, അതാണ് നമ്മൾ എഴുതിയിരിക്കുന്ന ദർശനം കൂടി കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു സാരമാണ് ഞാൻ നിങ്ങളോടിപ്പം പറഞ്ഞത്. ഇന്ന് രാത്രി ഈ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 70 സംവത്സരത്തേക്ക്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ നോട്ട് എഴുതിയപ്പോൾ 70 ആഴ്ചകൾ എന്നാണ് പറഞ്ഞത്, എന്നാൽ അത് 70 സംവത്സരമാണ്. 70 സംവത്സരത്തെക്കുറിച്ചുള്ള ദാനിയേലിൻ്റെ ഗ്രാഹ്യം എന്താണ് ഇതിനെ നിന്ന് മനസ്സിലാക്കി കൊടുത്തു. മനസ്സിലാക്കുന്ന കാര്യമാണ് അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. 3 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, ഇവിടെ ഞാൻ 24 എന്ന് എഴുതിയിട്ടുള്ളെങ്കിൽ 22 വരെയുള്ള വാക്യങ്ങൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. 23 മുതൽ ആ പ്രാർത്ഥനയുടെ അവസാനമായിട്ട് ദൈവദൂതൻ വരുന്നതും ഗബ്രിയേൽ വരുന്നതും ഈ 70 ആഴ്ചകളെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ അർത്ഥം എന്താണെന്ന് ദാനിയേലിനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഭേദഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ പുതുതായിട്ട് പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ 70 സംവത്സരത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടി ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ 70 വർഷത്തെ പ്രവാസകാലം, ഇത് എപ്പോഴാണ് ഈ പ്രവചനം ഇതിനെക്കുറിച്ച് ഉണ്ടായത് എന്നുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ആദ്യമായിട്ട് അമീത വായിച്ചാട്ട് യെരമ്യ പ്രവചനം 25-ാം അധ്യായത്തിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ. ഓക്കെ, അമീത ഇല്ലെങ്കിൽ അഞ്ജു സിസ്റ്റർ വായിച്ചാട്ട്. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും.
എന്ന് സിസ്റ്റർ യഹോവയുടെ അരുളപ്പാട്. നിർത്തി വായിക്കണേ. ഈ ജനം ബാബേൽ ഈ രാജാവിനെ ദേശമൊക്കെയും 70 സംവത്സരം സേവിക്കും. പിന്നീട് വായിച്ചാൽ നിർത്തി വായിച്ചാൽ 70 സംവത്സരം തികയുമ്പോൾ ആ ഞാൻ ബാബേൽ രാജാവിനെയും ആ ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും മതി, എന്ന് അവിടെ നിർത്തിക്കാം. യഹോവയുടെ അരുളപ്പാട്. അവിടെ നിർത്തിക്കാതെ. അപ്പൊ 70 വർഷം ഇസ്രായേൽ മക്കൾ ബാബിലോണിൽ പോകുമെന്നുള്ളത് യെരമ്യാവിൽ കൂടി ദൈവം ഈ ജനത്തോട് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിൻ്റെ അവസാനം ഒരു കാര്യം ഓർക്കണം, അതാണ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട വിഷയമാണ്. ഈ 70 വർഷത്തെ പ്രവാസകാലം ഉണ്ടെങ്കിലും കർത്താവ് അവരോട് പറയുകയാണ്, അതിനുശേഷം ഞാൻ നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്ന ബാബിലോൺ രാജാവിനെയും അവൻ്റെ കൽദയരെയും ഞാൻ നശിപ്പിച്ച് ശൂന്യമാക്കും. കാരണം വാക്യം എഴുതിയിട്ടുണ്ട്, അവരുടെ അകൃത്യം മൂലം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ പരിപാടികൾ ഓരോ ജാതിക്കും നമുക്കും യഹൂദന്മാർക്കും എല്ലാം വെച്ചിരിക്കുന്നതിൻ്റെ ഒരു വിഷയം ഈ അകൃത്യമുള്ള വിഷയമാണ്. എന്തുകൊണ്ടാണ് ദൈവം യഹൂദനെ വിട്ട് നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ വിഷയം എന്തുവാണ്? നല്ല കാട്ടൊലിവിൻ്റെ ആ ശാഖയിലേക്ക് നല്ല ഒരു വർഷം നല്ല ഫലം കായ്ക്കാതെ കാട്ടൊലിവിൻ്റെ ഫലം കായ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ഫലം കായ്ക്കാഞ്ഞതുകൊണ്ട് അതിനെ വെട്ടിക്കളഞ്ഞു. എന്നിട്ട് നമ്മളെ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെ ഇസ്രായേലിന് ഈ ബാബിലോണിയ പ്രവാസം ഉണ്ടായത് അവർ ദൈവകൽപ്പന വിട്ട് ദൈവത്തോട് റെബലിയനായതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് ബാബിലോണിന് ഒരു സാഹചര്യം കൊടുത്തു, നീ അവരെ പോയി ദണ്ഡിപ്പിച്ച് അവരെ കൊണ്ടുവരിക. എന്നാൽ ബാബിലോണിന് അതിക്രമം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ അത് തന്നെ ദൈവം അവരോടും ചെയ്തു. നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുടെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അവരാ 70 വർഷമായപ്പോഴത്തേക്ക് അവരുടെ അതിക്രമം വളർന്നു വന്നപ്പോൾ ദൈവം അവരെ നശിപ്പിച്ച് മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്, ദൈവത്തിന് പ്രസാദമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിന് തക്ക ഒരു ശിക്ഷ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് വന്നില്ലാന്നിരിക്കാം. അപ്പം പലരും വിചാരിക്കുന്നു, ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ദൈവത്തിന് ഒരു പ്രസാദക്കുറവില്ല, എനിക്ക് ഞാൻ നല്ലവണ്ണം ജീവിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മറന്നു പോരുത്, അത് ദൈവത്തിൻ്റെ നിത്യദയയുടെ ഒരു വിഷയമാണ്. താൻ വളരെ കാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ പാപി അവൻ്റെ പാപം വിട്ട് വരുമോ എന്ന്. എന്നാൽ ഒരു പരിധി വരെ അത് സമ്മതിക്കുന്നുള്ളൂ. ഈ ഇസ്രായേലിൻ്റെ കാര്യത്തിലും ബാബിലോണിയ സാമ്രാജ്യത്തിലും ഒക്കെ നമുക്കറിയാം ഒരു പരിധി. അതുപോലെ ഇസ്രായേൽ മക്കൾ 430 വർഷം മിസ്രൈമിൽ താമസിച്ചൊരു വിഷയമുണ്ട്. അതിന് ദൈവം പറയുന്നുണ്ട്, അവിടെ ആ ജാതികളുടെ ഈജിപ്ഷ്യനല്ല കനാന്യ ജാതികളുടെ അതിക്രമം ഒരു പൂർണ്ണ സമയത്തേക്ക് വരത്തക്കവണ്ണം വരുന്നിടം വരെയും ദൈവം ഇസ്രായേൽ മക്കളെ വിടുവെച്ചില്ല. അതാണ് ദൈവത്തിന് നീതി. എല്ലാ ജാതികൾക്കും മാനസാന്തരത്തിനുള്ള ഒരു അവസരം ദൈവം കൊടുക്കും. എന്നാൽ മാനസാന്തരം പെട്ടില്ല എങ്കിൽ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്, അത് കഴിയുമ്പോൾ അത് നാശത്തിലേക്ക് പോകും. നമ്മുടെ വിഷയം അതല്ല, ഞാനൊരു സൈലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വിഷയം 70 വർഷം നിങ്ങൾ അവിടെ പോകും, അതിനുശേഷം ആ രാജ്യത്തെ ഞാൻ ശിക്ഷിച്ച് നിങ്ങളെ മടക്കിക്കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് 29-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം എലിസബത്ത് സിസ്റ്റർ വായിച്ചാൽ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ബാബേലിൽ 70 സംവത്സരം കഴിഞ്ഞ ശേഷമോ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. മതി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള വചനം ഞാൻ നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് ആ പ്രവാസത്തിലേക്ക് അവർ പോകുന്നുണ്ടെങ്കിലും ദൈവമക്കളെ ഓർക്കേണ്ട ഒരു വിഷയം, ദൈവ മക്കളോടുള്ള ആ സ്നേഹവും ആ സഹാനുഭൂതിയും എത്ര വലുതാണെന്ന് നോക്ക്. ഈ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ തന്നെ
അവരോട് പറയാണ് ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നമുക്ക് ഈ 2 ദിനവൃത്താന്തം 36 അധ്യായത്തിൻ്റെ 19 മുതൽ 23 വാക്യങ്ങൾ സിസ്റ്റർ സെലിൻ വായിച്ചാൽ. സെലിൻ ഇല്ലെങ്കിൽ ബിൻസി വായിച്ചാൽ. അവർ ദേവാലയം ചുട്ടു, യെരൂശലേമിൽ മതിലിടിച്ചു, അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിലെ മനോഹര വസ്തുക്കളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. വാളിനാൽ ഇല്ലാതെ ശേഷിച്ചവരെ അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. പാർസി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവന്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ. മതി അവിടെ നിർത്തിക്കാതെ. ഈ എന്തുകൊണ്ടാണ് ഈ 70 വർഷം ഇസ്രായേൽ മക്കൾ ബാബിലോൺ പ്രവാസത്തിലേക്ക് ദൈവം അവരെ വിട്ടതിൻ്റെ കാര്യമാണ് ഈ അവസാന ഭാഗത്തായിട്ട് ബിൻസി സിസ്റ്റർ വായിച്ചത്. ആ അവസാന ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ. എന്താണ് അവരെ വിട്ടതിൻ്റെ കാരണമെന്ന് അവിടെ യിരെമ്യാ പ്രവചനത്തിൽ കൂടി നമ്മൾ അതിൻ്റെ അവസാന ഭാഗത്ത് വായിച്ചു. അതൊന്നുകൂടെ വായിച്ചാട്ടെ സിസ്റ്റർ. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ. ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ചോളം തന്നെ. പ്രൈസ് ദി ലോർഡ്. മറന്നുപോയത് ആ വാക്കുകളൊന്ന് കേട്ടോണം. ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ അടുത്ത വാക്യത്തിൽ പറയാം. അപ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം ശിക്ഷിച്ച് ബാബിലോണിയ രാജ്യത്തേക്ക് വിട്ടതിൻ്റെ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവര് ദേശത്തിന് കൊടുക്കേണ്ട ശബത്തിനെ കുറിച്ച് ദൈവം കൊടുത്ത പ്രമാണം ഇസ്രായേൽ മക്കളെ ചെയ്തില്ല. ദേശത്തിന് ശബത്ത് ആശ്വസിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇവരെ അവിടുന്ന് മാറ്റി കൊണ്ടുപോയി ബാബിലോണിലാക്കി കഴിയുമ്പോൾ ദേശത്തിന് സ്വസ്ഥത കിട്ടി, ദേശത്തിന് ആശ്വാസമുണ്ടായി. അത് 70 വർഷക്കാലം അങ്ങനെ അതിനെ ദൈവം സമ്മതിച്ചു. ആ 70 വർഷക്കാലം സമ്മതിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പേരെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? ഈ 70 സംവത്സരം ബാബിലോണിൽ പ്രവാസം ആയതിൻ്റെ കാരണമാണ് ഈ 2 3 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. യിരെമ്യാ പ്രവചനത്തിൽ ദൈവം യിരെമ്യാവിൽ കൂടി പറഞ്ഞു. അത് കഴിഞ്ഞ് സെക്കൻഡ് ദിനവൃത്താന്തത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അതിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ് കാരണം? 70 വർഷം ദൈവം ഇങ്ങനെ ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതിൻ്റെ കാരണം എന്താണെന്നും പറഞ്ഞു. ഇനിയും അതിനെക്കുറിച്ച് ഒരല്പ കാര്യങ്ങൾ ഈ എന്തുകൊണ്ടാണ് ഈ കാരണമെന്ന് ഉള്ള ചില ഭാഗങ്ങൾ വായിച്ച് നമുക്കത് മനസ്സിലാക്കാം. 70 സംവത്സരത്തെക്കുറിച്ചുള്ള ദാനിയേലിൻ്റെ ഗ്രാഹ്യം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള 3 മുതൽ 19 വാക്യം ഞാൻ പറഞ്ഞു. തൻ്റെ ജനത്തിൻ്റെ മോചനത്തിന് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 20 മുതൽ 23 ദാനിയേലിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. 24 മുതൽ 27 വരെയുള്ള ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. 70 വർഷത്തെക്കുറിച്ച് ഉള്ള അവർ സ്ഥലത്തിന് ദേശത്തിന് ശാപത കൊടുത്തില്ല. അതെന്തോമാണ്, അതിൻ്റെ പ്രമാണം എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ 70 വർഷത്തിൻ്റെ അവസാനത്തിൽ ഇസ്രായേൽ തിരികെ പോയോ? ആദ്യമേ നമുക്ക് ആ ചോദ്യം ചോദിക്കാം. തിരികെ പോയി. യിരെമ്യാ പ്രവചനത്തിൽ കൂടി ദൈവം പറഞ്ഞതുപോലെ തന്നെ ആ 70 വർഷത്തിന് ശേഷം അവരെ അയച്ചു. അതെങ്ങനെയാണ് ഞാനിവിടെ കാണിച്ചു തരാം. യിരെമ്യാവിൻ്റെ പ്രവചനം നിവൃത്തിയായി. 70 വർഷത്തിൻ്റെ അവസാനത്തോടെ ബാബിലോൺ അടിമത്തം അവസാനിച്ചു. 70 വർഷങ്ങൾ ചരിത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാണ് നെബൂഖദ്നേസർ, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിൽ വന്ന് അതിനെ ചുട്ടുകളഞ്ഞ് അവിടുന്ന് ദാനിയേൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ട് ബാബിലോണിലേക്ക് പോയത്. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ സമയമാണ് BC 606. ഞാൻ പതിയെ പോവുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ ഈ നമ്പേഴ്സ് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ ഇനി അടുത്ത സംഭവം നമ്മൾ വായിക്കുമ്പോൾ ബെൽഷസർ രാജാവ് കൊല്ലപ്പെടുന്ന സമയത്താണ് ഈ മേദ്യ പാർശ്യ രാജ്യം വരുന്നത്. അത് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ ചരിത്രമെല്ലാം നമ്മൾ പഠിച്ചു. താൻ യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന ആ ദേവാലയത്തിലെ പാത്രങ്ങളിൽ വെച്ച് താനും തൻ്റെ ഭാര്യമാരും എല്ലാം കൂടെ കൂടി വലിയൊരു മേള നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ദൈവം അവനെ അവിടെ നിന്ന് മാറ്റി കൈയെഴുത്ത് കാണിച്ചു. അതാണ് ഈ 5-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ പറയുന്നത്. അത് BC 539 539 അപ്പം 606 ഈ നെബൂഖദ്നേസർ വരുന്നത്. ബാബിലോൺ രാജ്യത്തിൻ്റെ അവസാനമാണ് 539. ബെൽഷസർ രാജാവിനോടുകൂടി അത് തീരുകയാണ്. ആ സമയത്ത് 539 കോരേശ് എന്ന് പറയുന്ന രാജാവിനെ മേദ്യോ പേർഷ്യൻ, അദ്ദേഹം പേർഷ്യനാണ്, മേദോ പേർഷ്യൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ രാജാവായിട്ട് ഇരിക്കുന്ന ആ കോരേശിനെ കൊണ്ട് ദൈവം കൊണ്ടുവന്ന് ഈ ബെൽഷസറിനെ ആ രാത്രി നശിപ്പിച്ചിട്ട് ബാബിലോൺ സാമ്രാജ്യം മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ വരികയാണ്. നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. പിന്നെ അടുത്തായിട്ട് അമിത് വായിച്ചാട്ട് യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം അതോട് തുടർച്ചയായിട്ട് 45 അധ്യായത്തിൻ്റെ 4-ാം വാക്യം വരെ വളരെ നിർത്തി വായിക്കണം. വായിച്ച അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിന്റെ പ്രഭുക്കന്മാരെ മലിനമാക്കി യാക്കോബിനെ ഉന്മൂലനാശത്തിനും ഇസ്രായേലിനെ നന്മയ്ക്കും ഏൽപ്പിച്ചിരിക്കുന്നു. വായിച്ചോ. അടുത്ത 44-ാം അധ്യായം അല്ല, 44-ന് 28 ആദ്യമേ വായിക്കാൻ പറഞ്ഞത്. അത് തീർന്നെങ്കിൽ 45-ന്റെ 1 മുതൽ 4. അതാണോ പാസ്റ്റർ? കോരേശിനെ കുറിച്ചുള്ളതാണ് 44-28 ഇടയൻ അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്ന് യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന്റെ അടിസ്ഥാനം ഇടും എന്നും ഞാൻ കൽപ്പിക്കുന്നു. തുടർന്ന് വായിച്ചാൽ 45 1 മുതൽ 4 വരെയുള്ള വാക്കുകൾ വായിച്ചാട്ടെ. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി മതി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇവിടെ നിന്ന്. അപ്പം എന്താ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ഓർക്കണം. നമ്മൾ പഠിക്കുന്ന വിഷയം ദാനിയേല് പ്രവാസകാലം 70 വർഷമായി കർത്താവെ ഞങ്ങൾ എപ്പോഴാണ് പോകുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവം ദാനിയേലിന് വെളിപ്പെട്ട് ആ പ്രവാസം അവസാനിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി. അതോടുകൂടി തന്നെ ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ചും പറഞ്ഞു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം 70 വർഷം എന്നുള്ള പറയുന്നത്. എന്തുകൊണ്ടാണ് 70 വർഷം? ആ 70 വർഷം തീരുമ്പോൾ ആരാണ് അതിനെ 70 വർഷത്തെ അവസാനിപ്പിച്ച് പിന്നീട് രാജാവാകുന്ന കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായ കാര്യം പറയുകയാണ്. 606 BC 606 നെബൂഖദ്നേസർ വരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപിച്ച ബാബിലോൺ സാമ്രാജ്യം BC 539 കോരേശ്, മീദോ പേർഷ്യൻ രാജാവായിരുന്ന കോരേശ് വന്ന് ആ രാജ്യത്തെ കീഴടക്കി. ബെൽഷസർ ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ BC 539 ഇസ്രായേൽ മക്കൾക്ക് അവിടുന്ന് പോകാനുള്ള, അവരെ മാറ്റാനുള്ള രാജാവായി കോരേശ് വന്നു. കോരേശിനെ കുറിച്ചുള്ള വിവരമാണ് യെശയ്യാ പ്രവചനത്തിൻ്റെ 44-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 45-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങൾ. ദൈവം കോരേശിനെ കുറിച്ച് യെശയ്യാവിൽ കൂടി പറഞ്ഞ പ്രവചനമാണ് നമ്മളിപ്പോൾ വായിച്ചത്. കോരേശിനെ പറഞ്ഞത്
കോരേശ് എൻ്റെ മകൻ, അവൻ എൻ്റെ സകല കാര്യങ്ങളും നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ പ്രവചനം യെശയ്യാവ് കോരേശിനോട് പറയുന്നത് ഏകദേശം BC 700-ലാണ്. ഇപ്പോൾ ഈ പ്രവചനം കോരേശ് ജനിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ BC 600-ആണ്. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം, 100 വർഷത്തിന് കോരേശ് ജനിക്കുന്നതിന് 100 വർഷത്തിന് മുമ്പേ തന്നെ ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി കോരേശിനെ ദൈവം പേര് വിളിച്ച് എടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തിൻ്റെ കരുണയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 70-ാം വർഷത്തിൻ്റെ അവസാനം ഞാൻ നിങ്ങളെ അയക്കുമെന്ന് ദൈവം തിരിച്ചയക്കുമെന്ന് പറഞ്ഞത് ആ കാര്യത്തിൻ്റെ സാധ്യതയ്ക്ക് വേണ്ടി ദൈവം ആ കോരേശിനെ ഏർപ്പെടുത്തി. ഇവിടെ ഞാൻ ഒന്നിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയിട്ടില്ല. ചില കാര്യങ്ങൾ ചിലതൊക്കെ ഞാൻ ഈ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് മിക്കവാറും സംസാരിക്കുന്നത്. ചില ചരിത്രത്തിൻ്റെ ഭാഗമുണ്ട്, അതൊരു ഭാഗം പറയാം. എങ്ങനെയാണ് കോരേശ് ആ ബാബിലോണിയ സാമ്രാജ്യത്തെ നശിപ്പിച്ചതെന്ന് ഈ 4 വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ താമ്ര കഥകളെ നിനക്ക് വേണ്ടി മാറ്റിത്തരും, ഞാൻ എന്നെല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഹിസ്റ്ററി നോക്കുമ്പോൾ കോരേശ് യൂഫ്രട്ടിസ് നദിയുടെ ആ തീരത്തൂടാണ് താൻ ആ രാത്രി ബെൽഷസ്സർ സദ്യ നടത്തുന്ന രാത്രി ബെൽഷസ്സറോ ഇവരോ അറിയുന്നില്ല, കോരേശിൻ്റെ സൈന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോരേശ് വന്ന് ഈ പാലസ്, ഈ ബെൽഷസ്സർ രാജാവിൻ്റെ പാലസ് ഈ യൂഫ്രട്ടസിൻ്റെ തീരത്താണ്. താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, താൻ അവിടെ ഒരു തടാകമുണ്ടാക്കി താഴോട്ടുള്ള വെള്ളം പോകാതെ ആ യൂഫ്രട്ടീസ് നദിയെ താൻ വറ്റിച്ചു. ആ വറ്റിച്ച് വന്ന ആ നദിയിൽ കൂടിയാണ്, അല്ലാതെ ഇതിൻ്റെ പാലസ്തീന് മുമ്പിൽ കൂടെ ഒന്നുമല്ല. അവിടെ അന്ന് പറഞ്ഞെങ്കിൽ അവിടെ വന്നായിരുന്നെങ്കിൽ അവിടുത്തെ സൈന്യം കണ്ടേനെ. ഈ പുറകിൽ കൂടെ വന്ന് തന്നെയല്ല ഇവരെല്ലാം ഈ അന്നത്തെ ഫീസ്റ്റിൽ ബഹളത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. രാത്രിയിൽ ഈ ഉണങ്ങിയ സ്ഥലത്തു കൂടി ഈ കോരേശിൻ്റെ സൈന്യം വരികയാണ്. വന്നപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം, ഇതാണ് താമ്ര വാതിലുകൾ നിനക്ക് തുറന്നു തരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് രാത്രി ഈ കൊട്ടാരത്തിൽ നിന്ന് യൂഫ്രട്ടീസ് നദിയിലേക്ക് ഇറങ്ങേണ്ട 2 ആ താമ്ര വാതിലുകൾ അടയ്ക്കാൻ മറന്നുപോയി. അത് മറന്നുപോയതല്ല, ദൈവം അവരെ കൊണ്ട് അടപ്പിക്കാഞ്ഞിരുന്നാണ്. ആ വാതിൽ കൂടിയാണ് കോരേശും സൈന്യവും കയറി വന്ന് ബെൽഷസ്സർ രാജാവിനെ ആ രാത്രിയിൽ കൊല്ലപ്പെടുത്തി ബാബിലോൺ സാമ്രാജ്യം അവസാനിപ്പിച്ച് മീദോ പേർഷ്യൻ സാമ്രാജ്യമാക്കുന്നത്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും ആ ഭാഗം ഒന്നുകൂടെ വായിച്ചായിട്ട് ഇതിൻ്റെ 44 മുതൽ 28 മുതൽ 45 4 വരെ ഒന്നുകൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം ഒന്നുകൂടെ അത് വൃത്തിയായിട്ട് മനസ്സിലാകും. സിസ്റ്ററിനെ വായിച്ചു. ഓക്കെ, എന്നാൽ അടുത്തയാൾ വായിച്ചു. ബിൻസു വായര്. കോരേശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്ന് ഞാൻ കൽപ്പിക്കുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവനു ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. മതി. അപ്പോൾ എനിവേ, ഞാൻ ഇത് പറഞ്ഞ വിഷയം, ഞാനിതിൻ്റെ ചരിത്രം നിങ്ങൾ കാണിക്കുകയാണ്. എത്ര വർഷം എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ബാബിലോൺ പ്രവാസം 70 വർഷം എന്ന് യിരെമ്യാവിൽ കൂടി ദൈവം പ്രവചിച്ച ആ പ്രവചനം എത്ര വർഷം എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാബേൽ പ്രവാസം തുടങ്ങിയത്, നിങ്ങൾ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് 1-2 പേരെന്ന് പറഞ്ഞ് എന്നാൽ ബാബേൽ പ്രവാസം തുടങ്ങിയതെന്ന്. 606. ഓക്കെ, 606 എന്നാണ് കോരേശ് വന്ന് ബാബിലോണിനെ കീഴ്പ്പെടുത്തുന്നത്.
BC 539. അപ്പോൾ എത്ര വർഷം ഉണ്ടെന്ന് നോക്കിക്കേ. 606 എന്ന് പറയുമ്പോൾ അവിടെ 6 വർഷമുണ്ട്. പിന്നെ 39 എന്ന് പറയുമ്പോൾ അവിടെ 61 വർഷം. 61ഉം 6ഉം ഇൻക്ലൂസീവായിട്ട് നോക്കി കഴിയുമ്പോൾ ഏകദേശം 68 വർഷത്തോളമായി. കണക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. 606 എന്ന് പറയുമ്പോൾ 6 വർഷമുണ്ട്. BC 600 പിന്നെ BC 539 39 മുതൽ 600 വരെ നോക്കുമ്പോൾ 61 വർഷം. അപ്പോൾ 61ൻ്റെ കൂടെ 6 കൂടെ കൂടി കഴിയുമ്പോൾ 67. എന്നാൽ അത് ഇൻക്ലൂസീവായിട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ആക്ച്വലി ഇത് 68. ആ സമയത്താണ് ദാനിയേൽ ഈ 538 ദാനിയേൽ ഈ സ്വപ്നം കാണുന്നത്, ഈ ദർശനം കാണുന്നത്. ഇതാ പിന്നെ ഈ 70 വീക്കിൻ്റെ ആഴ്ചകളുടെ ദർശനം. അപ്പോൾ അതുകൊണ്ടാണ് ദാനിയേൽ മനസ്സിൽ 68 വർഷം 69 വർഷത്തോളമായി കർത്താവെ ഞങ്ങൾ പോകാനുള്ള സമയമായല്ലോ എന്ന് ദാനിയേൽ മനസ്സിലാക്കിയ വിവരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ ഉത്തരേരം പറഞ്ഞത്. എന്നാൽ ഈ കോരേശിന് ശേഷമായിട്ട് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം ആരെങ്കിലും വായിച്ചാട്ട്, കോരേശിന് ശേഷമായിട്ട് ദാരിയാവേശ് എന്ന രാജാവാന്റെ ആദ്യകാലത്താണ്, വർഷത്തിലാണ് ഇത് നടക്കുന്നത്. അതാണ് ദാരിയാവേശ് 62 വയസ്സുള്ളവനായി രാജ്യത്വം പ്രാപിച്ചു. മതി. അപ്പം ആ രാജാവ് ദാരിയേശ്. അപ്പം ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. എന്നാലും എങ്ങനെയാണ് സൈറസ് ആണ്, കോരേശാണ് ഈ രാജ്യം കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് പിന്നെ ദാരിയസിനെ കുറിച്ച് ഇപ്പം പറയുന്നത്, എവിടുന്നാണ് ദാരിയസ് വന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇതിനെക്കുറിച്ച് പിന്നെ ചരിത്രത്തിൽ ദൈവപണ്ഡിതന്മാർ, വേദപണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാം. ഒരഭിപ്രായമുള്ളത് കോരേശിൻ്റെ അതേ പേരാണ് ദാരിയസ് എന്നുള്ളതാണ് ചിലരുടെ അഭിപ്രായം. ചിലരുടെ അഭിപ്രായം കോരേശ് 539 രാജ്യം ബാബിലോൺ സാമ്രാജ്യം കീഴ്പ്പെടുത്തിയിട്ട് ദാരിയാവേശ് എന്ന് പറയുന്ന ഒരു അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിനെ അതിൻ്റെ അധിപതിയാക്കി കോരേശിൻ്റെ കീഴിൽ വച്ചു. അതുകൊണ്ടാണ് ദാരിയാവേശ് അവിടെ ഭരണമാക്കുന്നത്. അതിൻ്റെ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, ദാരിയാവേശിന് രാജ്യം ലഭിച്ചു എന്നാണ്, താൻ കൈപ്പെടുത്തിയ നിലവിലിരിക്കുന്ന രാജ്യം ലഭിച്ചു. എനിവേ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ BC 538 ആണ് ദാരിയാവേശ് അവിടെ രാജാവായി. BC 536 ആണ് ആ ദാരിയാവേശ് എൻ്റെ കൽപ്പന പ്രകാരം ഈ ജനം, ബാബിലോൺ ജനം യെരുശലേമിൽ പോയി ദേവാലയം പണിയണമെന്ന് താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് സൈറസും ദാരിയാവേശും കൊടുത്ത ആ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ മക്കൾ മടങ്ങിപ്പോവുകയാണ് BC 536. ഇഷ്ടമുള്ളവർ, എല്ലാവരും ഒന്നും പോയില്ല. ദാനിയേലിനെ പോലുള്ള ചിലരൊക്കെ വീണ്ടും അവിടെ തന്നെ താമസിച്ചു. ഇഷ്ടമുള്ളവർ പോകാൻ കൽപ്പിച്ച ആൾക്കാർ ആദ്യമായിട്ട് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് ആൾക്കാർ തിരിച്ചു പോകുന്നത് 536. ഇനി ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അപ്പോൾ BC 606 തുടങ്ങിയ പ്രവാസം BC 536 അവസാനിച്ചു. ആദ്യത്തെ കൂട്ടം അവിടുന്ന് പോകുമ്പോൾ ഇപ്പോൾ എത്ര വർഷമായി? 12 പേർ അങ്ങോട്ട്. 70. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവചനത്തിൽ കൂടി ദൈവം കൽപ്പിച്ചതുപോലെ അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ലാതെ 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിൻ്റെ വചനപ്രകാരം ദൈവം കാലങ്ങളും ഭാഷകളും രാജ്യങ്ങളും രാജാക്കന്മാരും മന്ത്രിമാരും ഭരണങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ട് തൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവന്നു. അത്ര വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മളെ മറന്നു പോകാത്ത ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ദുഷ്ടതകളും പാപങ്ങളൊക്കെ വരുമ്പോഴും നമ്മെ ഉപേക്ഷിച്ചാലും എന്നേക്കും നമ്മളെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിക്കാത്ത ദയാലുവായ ദൈവത്തെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയവനായ ദൈവം, എത്ര വിശ്വസ്തനായ ദൈവം, എത്ര സ്നേഹവാനായ ദൈവം, എത്ര മഹത്തായ ദൈവം. അതുപോലെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. 70 വർഷങ്ങൾ കൊണ്ട് ഇസ്രായേൽ മക്കൾ മടങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായവരെല്ലാം കരങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാൽ.
ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി. എല്ലാരും ആരും ഇന്ന് ഉറങ്ങാതെ. Praise the Lord. ഞാൻ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, എന്തുകൊണ്ട് 70 വർഷം എന്നാണ് ഇനി അടുത്ത ചോദ്യം. നമ്മൾ ഇപ്പോൾ എന്തോ കണ്ടുപിടിച്ച് ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്തുവാ? 70 വർഷം കൊണ്ട് തിരിച്ചു വരുമെന്ന് കണ്ടുപിടിച്ചു ഇല്ലേ? നിങ്ങൾ ദേശം ശബത്ത് ആചരിക്കാൻ തക്കവണ്ണം ദേശത്തിന് ശബത്ത് കൊടുക്കാഞ്ഞത് കൊണ്ട് നിങ്ങളെ ഞാൻ 70 വർഷത്തേക്ക് ഈ ഇസ്രായേലിൽ നിന്ന് മാറ്റിയിട്ട് ദേശത്തിന് ശബത്ത് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെ 70 വർഷമെന്ന് നമ്മൾ ഇനിയും എന്താണ് ഈ ദേശത്തിൻ്റെ ശബത്ത് എന്നതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് വായിക്കാം. അത് നമുക്ക് പഠിക്കാം. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അഞ്ജു സിസ്റ്റർ വായിച്ചാൽ. ലേവ്യ പുസ്തകം 25-ന്റെ 1 മുതൽ 5 വരെ. ഓക്കെ, ഇല്ലെങ്കിൽ എലിസബത്ത് സിസ്റ്റർ വായിച്ചാൽ. യഹോവ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിനക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. ദേശം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശബത്ത് ആചരിക്കണം. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. 6 സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം. ഔവണ്ണം 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവം എടുക്കണം. 6 സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടത്തിന് അനുഭവം നീ എടുക്കണം. 7-ാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശബത്തായ യഹോവയുടെ ശബത്തായിരിക്കണം. 7-ാം ദിവസം 7-ാം സംവത്സരത്തിലോ 7-ാം സംവത്സരം ദൈവത്തിന്റെ ശബത്തായിട്ട് ദേശത്തിന് ശബത്തായിട്ട് കൊടുക്കണം. അടുത്ത വാക്യം വായിച്ചാട്ടെ. നിന്റെ നിലം വിതയ്ക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത്. മതി. നിന്റെ 7-ാം സംവത്സരത്തിൽ ചുരുക്കം പറഞ്ഞാൽ എന്ത് ചെയ്യരുത്? നീ വിതയ്ക്കുകയും ചെയ്യരുത്, കൊയ്യുകയും ചെയ്യരുത്. മുന്തിരിയുടെ അനുഭവത്തിന് വേണ്ടി മുന്തിരി വള്ളി നിങ്ങളത് പ്രൂൺ ചെയ്യുകയും ചെയ്യരുത്. ആ വർഷം 7-ാം വർഷം ദൈവത്തിന് കൽപ്പന പ്രകാരം ദേശത്തിന് ശബത്ത് കൊടുക്കണം. ശബത്ത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ എല്ലാവർക്കും? ആ ശബത്ത് കാലത്തുണ്ടാകുന്ന ശബത്ത് കാലത്തുണ്ടാകുന്ന ആ മുന്തിരിയുടെ അനുഭവം അവിടെ വളരുന്നതൊക്കെയും അവിടെ താമസിക്കുന്ന യഹൂദന്മാരുടെ കൂടെ താമസിക്കുന്ന മറ്റുള്ള യഹൂദന്മാരല്ലാത്തവർക്ക് ഭക്ഷണവും അവരുടെ ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക. എന്നാൽ അധ്വാനിക്കരുതെന്നുള്ളതാണ് പ്രധാന വിഷയം. ദേശത്തിന് ശബത്ത് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചാൽ അതിനോട് ചേർന്നതുകൊണ്ട് അടുത്തയാളെ സെലിൻ വായിച്ചാട്ടെ. ഇരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയുവോളം തന്നെ 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. മതി. ഇവിടെ ദിനവൃത്താന്തത്തിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 70 വർഷം? കാരണം 70 വർഷത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കള് ദേശത്തിന് ശബത്ത് കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇസ്രായേൽ ഇത് ഇനി എന്തുകൊണ്ടാണ് 70 വർഷം ഇസ്രായേൽ മക്കള് ദേശത്തിന് ശബത്ത് കൊടുക്കാഞ്ഞതുകൊണ്ടാണ് ഇതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇതിൽ കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ 70 വർഷം എന്നുള്ളതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാനത് പെട്ടെന്ന് പറയാം. അത് നമുക്ക് വിവരിക്കാനുള്ള സമയമില്ല ഇന്ന്. ഇസ്രായേൽ മക്കളുടെ ആദ്യ രാജാവായ ശൗല്, ആദ്യത്തെ ഇസ്രായേലിൻ്റെ രാജാവ് ശൗലാണ്. ശൗലിൻ്റെ ഭരണകാലം മുതൽ യഹോയാക്കീമിൻ്റെ ഭരണകാലം വരെ ദേശത്തിന് ഈ ശബത്ത് ആചരണം ഇല്ലായിരുന്നു എന്ന് ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട്, ദേവ പണ്ഡിതന്മാർ. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിരിക്കുന്ന ആ ശൗല് മുതൽ നെബൂഖദ്നേസർ രാജാവ് യെരുസലേമിൽ വന്ന് യെരുസലേമിനെ ചുട്ടു നശിപ്പിക്കുമ്പോൾ അത് സംഭവിക്കുന്നത് യഹോയാക്കീം രാജാവിൻ്റെ 3-ാം വർഷമാണ്. ആ സംഖ്യ നോക്കുമ്പോൾ ശൗലിൻ്റെ ആരംഭം മുതൽ യഹോയാക്കീമിൻ്റെ ആ ഭരണത്തിൻ്റെ 3-ാം വർഷം വരെ നോക്കുമ്പോൾ വേദപണ്ഡിതന്മാർ പറയുന്നത് അത് ഏകദേശം 490 വർഷമാണ്. പ്രൈസ് ദി ലോർഡ്. 490 വർഷം. നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ 490 വർഷത്തിൽ നിന്ന് 490 വർഷത്തിൽ എത്ര ശബത്തുകൾ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ വിഷയം. കാരണം ആ 490 വർഷങ്ങളിൽ ഇവർക്ക് ദേശത്തിന് ശബത്താചരണമില്ലായിരുന്നു. അപ്പോൾ ഈ 490 വർഷത്തിൽ എത്ര ശബത്തുണ്ട്? ഒരു ശാബത്ത് എന്ന് പറഞ്ഞാൽ എത്ര? 7-ാം വർഷമാണല്ലേ? അപ്പം 7 വർഷത്തിൽ ഒരു ശാബത്ത്. അപ്പൊ ഈ 490 7 കൊണ്ട് ഹരിച്ചാൽ എത്ര വർഷം കിട്ടും? 70 വർഷം. മനസ്സിലായോ? ഇതിലൂടെ കണക്കും പഠിപ്പിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇതെല്ലാം കാണിച്ചതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വരിക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ ഇപ്പോഴും ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാനിയേൽ യിരെമ്യാ പ്രവചനത്തിൻ്റെ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, യിരെമ്യാ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ മക്കൾ 70 വർഷക്കാലം ബാബിലോണിൽ പ്രവാസികളായിരിക്കും. അങ്ങനെ 68-ാം വർഷമായപ്പോഴാണ് ദാനിയേൽ ഈ ഭാഗമെടുത്ത് വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ചു, കർത്താവേ, 68-69 വർഷമായി, ഞങ്ങൾക്ക് പോകാനുള്ള സമയമായല്ലോ കർത്താവേ, എന്താണ് ഇനി ഞങ്ങളുടെ ഭാവി എന്ന് ചോദിക്കുമ്പോൾ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് ദൂതനെ അയച്ചുകൊണ്ട്, നീ ഭാരപ്പെടേണ്ട ദാനിയേലേ, 70-ാം വർഷമാകുമ്പോഴത്തേക്ക് നിന്റെ ജനം ഇവിടെ നിന്ന് പോകും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അതല്ല ഇസ്രായേലിൻ്റെ ഭാവി, അത് ഇസ്രായേലിൻ്റെ അടുത്ത ഭാവിയാണ്. എന്നാൽ വിദൂരമായ ഭാവി എന്ന് പറയുന്നത് അതല്ല, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഒരു ദർശനം കൊടുക്കുകയാണ്. 75 ആഴ്ചകളുടെ ദർശനം. 70 ആഴ്ചകളുടെ ദർശനം. 70 വർഷത്തിന്റെ ദർശനമല്ല, 70 ആഴ്ചകളുടെ ദർശനം. അപ്പൊ 70 വർഷത്തിന്റെ കാര്യം ദൈവം ഓൾറെഡി ദാനിയേലിന് കാണിച്ചു കൊടുത്തു. നിന്റെ ജനം പോവുകയാണ്, അതിനുവേണ്ടി ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ വർഷത്തിൽ 2 വർഷത്തിനുള്ളിൽ 1 വർഷത്തിനുള്ളിൽ കോരേശ് വന്ന് ബാബിലോണിനെ നശിപ്പിച്ച് രാജ്യഭരണം എടുത്ത് ഇസ്രായേൽ വിട്ട് പോകാൻ ഉള്ള കൽപ്പനയും കൊടുത്തു. 537 ദാരിയസ് അതിന് കൽപ്പന കൊടുത്തു. 536 അവർ പുറപ്പെട്ടു. ആ 70 വർഷത്തെ കാര്യങ്ങൾ, അവരുടെ താൽക്കാലികമായ ഭാവി എന്താണെന്ന് ദാനിയേലിന് കാണിച്ചു കൊടുത്തു. എന്നാൽ സ്വർഗസ്വനായ ദൈവം ഇസ്രായേലിൻ്റെ പിന്നീടുള്ള ഭാവി, വിദൂരമായ ഭാവി എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ 70 ആഴ്ചകളിലെ ദർശനത്തിൽ കൂടി. ഇന്ന് രാത്രിയുടെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് രാത്രിയിലെ നമ്മുടെ വിഷയം എന്തായിരുന്നു? ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അത് 70 വർഷത്തെക്കുറിച്ചുള്ള ബാബിലോൺ പ്രവാസം എപ്പോൾ തുടങ്ങി, എപ്പോൾ അവസാനിച്ചു, എന്തുകൊണ്ടാണ് 70 വർഷം, അത് നമ്മൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കി. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അത് നടന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പൈതലേ, പ്രവചനം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താമസിച്ചാലും അത് വരും. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുക. പ്രൈസ് പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി അടുത്ത ക്ലാസ്സിന് മുമ്പ് ഈ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ്. അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ദാനിയേൽ തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്, തൻ്റെ ജനത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, പിതാക്കന്മാരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് കണ്ണുനീരോട് നിർവിളിച്ചപ്പോൾ ഇതാ വലിയൊരു വെളിപ്പാട് ദൈവം കൊടുക്കുകയാണ്. മറഞ്ഞിരിക്കുന്ന സ്വർഗത്തിൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവസ്ഥൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ ദാനിയേലിന് ദൈവം കാണിച്ചതുപോലെ സ്വർഗത്തിൻ്റെ മർമ്മങ്ങൾ, ലോകത്തിൻ്റെ മർമ്മങ്ങൾ, കർത്താവിൻ്റെ വരവ്, ഇതെല്ലാം വെളിപാടുകളായിട്ട് നമുക്ക് കർത്താവ് മനസ്സിലാക്കി തരും. പ്രൈസ് ദി ലോർഡ്. അതേ ദൈവമാണ് ഇന്നും നമ്മുടെ ദൈവം, അതേ ദൈവമാണ് ഇന്നും നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദാനിയേൽ ഇരുന്നത് പോലെ നമ്മൾ ദൈവസ്ഥലിൽ ഇരുന്നാൽ
ഈ ദിവസങ്ങളിലായിട്ട് സ്വർഗത്തിൻ്റെ വിഷയങ്ങൾ, രഹസ്യങ്ങൾ ദൈവം നമുക്ക് കാണിച്ചു തരും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും ചേർന്ന് ഈ ഭാഗം തുടർച്ചയായിട്ട് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. സാറിന് ധൃതിയുണ്ട്, ലെഫ്റ്റ് ആകാം സാറേ. സാർ ദൈവം സഹായിക്കട്ടെ. സാറിന് ഏതോ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, എങ്കിലും ആ തിരക്കിനിടയിലും ക്ലാസ് എടുക്കുവാൻ കാണിച്ച സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം കർത്താവിന്റെ ദാസനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആരോഗ്യവും ആയുസ്സും എല്ലാം കൊടുത്ത്, ദീർഘായുസ്സും കൊടുത്ത് കർത്താവ് സഹായിക്കട്ടെ എന്ന് നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്യുന്ന സിസ്റ്റർ ആലീസ് ചാക്കോയുടെ കസിൻസ് ആണ് ആ കൊട്ടാരക്കരയിൽ ഉണ്ടായ, നിങ്ങളെല്ലാവരും വളരെ ദാരുണമായ ഒരു സംഭവം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞല്ലോ. നമ്മുടെ വിയറ്റ്നാമിൽ ടൂർ പോയ ഒരു ഫാമിലി, വളരെ ദാരുണമായ ഒരു വിടവാങ്ങലുണ്ടായി. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകം നമ്മളോടൊപ്പം പഠിക്കുന്ന പ്രിയ സിസ്റ്റർ ആലീസ് ചാക്കോയുടെ കസിനാണ്. ദൈവം ആ കുടുംബത്തെയും അവരെ എല്ലാം ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ പേരിലുള്ള എല്ലാ പ്രത്യാശയും എല്ലാം നേരുന്നു, ദുഃഖവും പ്രത്യാശയും നേരുന്നു. ദൈവം ആ കുടുംബത്തെ സഹായിക്കട്ടെ, കർത്താവ് സഹായിക്കട്ടെ. വളരെ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു. അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളെയൊക്കെ ദൈവം സൂക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. അവർ ടൂർ പോയതാണ്, എന്നാൽ വളരെ ദയനീയമായ ദാരുണമായ ഒരു വാർത്തയാണ് കേട്ടത്. ദൈവം അവരെയൊക്കെ ആശ്വസിപ്പിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പ്രത്യേകം ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നലെ ചാപ്പൽ സർവീസിലൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ശനിയാഴ്ച ഒത്തിരി പേർ ജോയിൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. അതുപോലെ നമ്മുടെ അറ്റൻഡൻസ് അല്പം കുറയുന്നുണ്ട്. എല്ലാ ക്ലാസ്സിലും 100 above ആയിരുന്നു, ഇന്ന് 100 below ആണ്. നിങ്ങൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. ഇതുപോലെ അനുഗ്രഹീതമായ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഇത്ര മനോഹരമായി കണക്കുകളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അത് കർത്താവ് ദാസൻ നമ്മളെ പഠിപ്പിക്കുന്നുവല്ലോ. വളരെ അനുഗ്രഹീതനായ ഒരു പ്രൊഫസറാണ് ഓക്കലഹോമ യൂണിവേഴ്സിറ്റിയിൽ. ഇതുപോലുള്ള ദൈവദാസന്മാരെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഒരു അഭിമാനമാണ്. ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും അവസാനമായി പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പനെ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിനായിട്ട് പുനതമ്പുരാന്റെ നാമത്തെ അടികൾ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് കൂടെ കർത്താവെ, അടിയങ്ങൾക്ക് സ്തോത്രം ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് അപ്പന്റെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അതിനെ സംസാരിപ്പാനും അതിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് കർത്താവെ വളരെ ലളിതമായ രീതിയിൽ എളിയവരായ അടിയങ്ങളോട് സംസാരിപ്പാൻ ദൈവദാസന്റെ നാവിനെ ബലപ്പെടുത്തിയ അപ്പച്ചന്റെ കൃപ കൂടെ ഇരുന്ന എല്ലാ നല്ല വിധങ്ങൾക്കായിട്ടും അപ്പന്റെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ രാത്രികാലം ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കേൾക്കപ്പെട്ട വചനം അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും കർത്താവെ സ്വത്രം അനുഗ്രഹപ്രദമായി തീരുവാൻ, അത് മറ്റുള്ളവരോട് വിവരിക്കത്തക്ക പോലെ അവരുടെ ഹൃദയത്തിൽ അത് സ്വത്രം ഹൃദിസ്ഥമാകുവാനും എന്റെ സ്വർഗത്തിന്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ ലീഡ് ചെയ്യുന്ന പാസ്റ്റർമാരെയും ദേവദാസന്മാരെയും എല്ലാം അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരുന്നു. വിശേഷിച്ചാൽ ലാൽ പാസ്റ്റർ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരുന്നു. കർത്താവെ, അപ്പൊ തന്റെ സ്വത്രം അധ്വാനത്തിനുള്ള നല്ലൊരു തക്കതായ പ്രതിഫലം അപ്പൻ കൊടുക്കുമെന്ന് അടിയങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിലും ഈ ക്ലാസ്സുകൾ അടിയങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ എന്റെ സ്വർഗം അടിയങ്ങളോട് കരുണ ചെയ്യണമേ. അടിയങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായ രീതിയിൽ മനസ്സിലാക്കി അടിയങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട ചേഞ്ചുകളെ വരുത്തിക്കൊണ്ട് അപ്പൊ വീണ്ടും സ്വതന്ത്രം ഊർജ്ജസ്വലതയോടെ ഈ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്ത് അപ്പന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി അടിയങ്ങളും പ്രയോജനപ്പെടുവാൻ സ്വർഗം കരുണ ചെയ്താട്ട്. പ്രാർത്ഥനയുടെ നല്ല കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു ബ്രദർ അനിൽ എബ്രഹാം. ദൈവം സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്ദി. നാളെ വൈകിട്ട് 9 മണിക്ക് ഷാജൻ പാറക്കടവിൽ റോമാലേഖനം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. നാളെ വൈകിട്ട് എല്ലാവരെയും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗുഡ് നൈറ്റ്. താങ്ക് യു.